ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ, പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപ്പുമുളകും സീരിയലിലെ ബിജു സോപാനം ശ്രീകുമാറിനെതിരെ പീഡന പരാതി പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്. ഏത് പെൺകുട്ടിയെന്ന് നമുക്കറിയത്തില്ല, പെൺകുട്ടിയുടെ മുഖമൊന്നും അവർ കാണിക്കുന്നില്ല, ഒന്നുമില്ല. പീഡന പരാതിയും ഭീഷണിയാണ്. ബിജു സോപാനം പീഡനം, ശ്രീകുമാർ ഭീഷണിപ്പെടുത്തുന്നു. കാരണം പീഡിപ്പിച്ച കാര്യം പുറത്ത് പറയരുതെന്നായിരിക്കാം, എന്താണെന്നറിയില്ല. ഇതാണ് പരാതി വന്നിരിക്കുന്നത്. നമ്മളിട്ടതും ഞാൻ പറഞ്ഞതും കമൻറ്റ് ബോക്സിൽ വന്നതെല്ലാം ശ്രീകുമാറിനും ബിജുവിനും സപ്പോർട്ടായിട്ടാണ് കമൻറ്റും വന്നിരിക്കുന്നത്. കാരണം ഈ ബിജു സോപാൻ എന്ന് പറഞ്ഞ ആൾ അല്പം മദ്യപിക്കുകയൊക്കെ ചെയ്യലും അങ്ങനെ ഒരു രീതിയില്ല എന്ന് പറയുന്നു. ശ്രീകുമാർ നല്ല കുടുംബമായിട്ട് കഴിയുന്നതാണ്, അവർ ഭാര്യയും ഭർത്താവും ആർട്ടിസ്റ്റുകളാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേങ്കിൽ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ കടന്ന് കറങ്ങുന്നുണ്ട്. ഒരു പെൺകുട്ടി സ്ത്രീയാണ് നിന്നിരിക്കുന്നത്, ആ സ്ത്രീയുടെ മാറിടത്തിൽ അങ്ങനെ ടച്ച് ചെയ്താൽ സത്യമായിട്ടും ഒരു സോറി പറയണം, വേണ്ടേ? ഒരു സോറി പറയണം. അറിയാതെ സംഭവിച്ചാണ്, ഒരു സോറി പറയണം. എന്നിട്ട് തുടങ്ങണം. അടുത്ത വീണ്ടും വരാമല്ലോ. ഇനിയിപ്പോൾ സീരിയലാണ്, കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ മുട്ടിക്കഴിയുമ്പോൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ പെൺകുട്ടി അങ്ങോട്ട് പ്രതികരിക്കണം. അങ്ങനെയും വേണം, ഇത് രണ്ടും ചെയ്യണം. ശ്രീകുമാർ സോറി പറയാം, ഈ ശ്രീകുമാർ മൈൻഡ് ചെയ്യാവുകയാണെങ്കിൽ ആ പെൺകുട്ടി പ്രതികരിക്കുക ആ സമയത്ത്. ഇത് രണ്ടും ചെയ്യാം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. ഇത് വളരെ കൂളായ ഒരു സീനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കടന്നു പോകുന്നു, അപ്പോൾ ഇങ്ങനെ മാറിയെടുത്ത് ടച്ച് ചെയ്യുന്നു. ഇത് പിന്നെ അറിയാതെ സംഭവിച്ചാണ്, അതുകൊണ്ടൊന്നും പറയണ്ട എന്നും അങ്ങനെയും വെക്കാം. പക്ഷേ ഇവരിപ്പോൾ ഈ പരാതി ഉന്നയിച്ചതുകൊണ്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീ പെൺകുട്ടിയല്ല കേട്ടോ, അത് വിശ്വസിക്കരുത്. ഈ പെൺകുട്ടിയാണോ പരാതി പറഞ്ഞെന്നോ, പരാതി പറഞ്ഞ ആരാന്നോ നമുക്കറിയില്ല. പരാതി പറഞ്ഞ ആൾക്ക് മുഖമില്ല, അത് നമ്മളെ കാണിക്കില്ല, അങ്ങനെയാണ് നമ്മുടെ നിയമം. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ കണ്ട സീനിൽ ഈ പെൺകുട്ടി കൂളായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരും അത് മൈൻഡ് ചെയ്തിട്ടില്ല, തട്ടിയ ശ്രീകുമാറും മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഭാവമാണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ വേണമെങ്കിൽ സീരിയൽ സിനിമാ രംഗത്ത് പുതിയതായിട്ട് ഈ ഡാൻസും ഒക്കെ പഠിച്ച് ഒരു സിനിമാ നടിയാകണം, സീരിയൽ നടിയാകണം, അതും അവർ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് തന്നെയല്ലേ എന്നാഗ്രഹിച്ച് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി ഡാൻസ് എല്ലാം പഠിച്ചും അതിൻ്റെ മത്സരത്തിന് പോയിട്ട് ലക്ഷങ്ങൾ കളഞ്ഞും ഒക്കെ വരുന്ന പെൺകുട്ടികൾക്ക് സീരിയൽ സിനിമയൊക്കെ ഒരു മോഹമാണ്. അവരിതൊരു പ്രതീക്ഷയോടുകൂടി അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പെൺകുട്ടികൾ ഈ അനാവശ്യത്തിന് പീഡനത്തിനുണ്ട് പരാതി കൊടുക്കുമെങ്കിലും ജെനുവിനായിട്ടുള്ള ആൾക്കാർ കുടുംബത്തിൽ ജനിച്ചവരുണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ അവരവിടെ ഒരു വൻ പ്രതീക്ഷയായിട്ട് അമ്മയൊക്കെ കൂട്ടിയോ അച്ഛനെ കൂട്ടിയോ ആങ്ങളെയും കൂട്ടിയൊക്കെ ഈ സെറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഉപ്പുമുളക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഒരു അമ്മ ആയിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റി ഒരു ചെറിയ ചെക്കൻ്റെ കൂടെ നടന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ സംവിധായകനെക്കുറിച്ച് ഇതിലെ നായികയായിട്ടുള്ള നിഷ ഇഷ്ടം പോലെ പരാതി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിൽ ആ സംവിധായകനാണെങ്കിൽ ആ സംവിധായകൻ്റെ സെറ്റിൽ എന്ത് അനാവശ്യം നടക്കും? ഇതൊക്കെ ശ്രീകുമാർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ പോലും ഇവരെല്ലാം ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. അവിടെ സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഈ സീൻ ഇവിടെ അരങ്ങേറുമ്പം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറാമാൻ, ലൈറ്റ് ബോയ് തൊട്ട് ഒരു യൂണിറ്റ് മൊത്തമാണ് അവിടെയുള്ളത്. എന്തോരം ആൾക്കാരുണ്ട്, കേറ്ററിങ്ങുകാർ വരെയുണ്ട്. എല്ലാവരും കണ്ടുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാണുന്നത്. അപ്പോൾ അതിനെതിരെയൊന്നും അവിടെ ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പക്ഷേങ്കിൽ ഇതൊരു സൂത്രവിദ്യയായിട്ടും വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ എല്ലാ ഓഫീസുകളിലാണേലും ഇങ്ങനെയുള്ള സിനിമാ സെറ്റിലാണേലും ഒക്കെ പുരുഷന്മാർ, ചില പുരുഷ മേധാവിത്വമുള്ള ആൾക്കാർ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും ചുമ്മാ ശരീരത്തിൽ തട്ടി അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് അവരൊരു ടെസ്റ്റിംഗ് ആണ്. ഇങ്ങനെ അങ്ങോട്ട് അറിയാത്ത മട്ടിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പം ഇവർക്ക് വലിയ പ്രതിഷേധമൊന്നും ഇല്ല എങ്കിൽ ഇവരെ വളച്ചെടുക്കാം എന്നുള്ള രീതി. പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ നിമിഷം ആണുങ്ങളുടെ ഒരു മനഃശാസ്ത്രമാണത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവരുടെ വീട് മാറിയ സമയത്ത് സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ വെളിയിൽ നിന്ന് നമ്മൾ വിളിക്കുമല്ലോ, ഈ വീട്ടു സാധനം പെറുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ചുമ്മാ അറിയാതെ ഈ സ്ത്രീയുടെ ദേഹത്ത് തട്ടുമുട്ടുമൊക്കെ ചെയ്തു. അപ്പോൾ ഈ സ്ത്രീ വിചാരിച്ച എന്താണെന്നറിയാം, ഈ സാധനമൊക്കെ പെറുക്കുന്ന കൂടെ സ്വാഭാവികമായിട്ട് അറിയാതെ സംഭവിച്ചതാണ്. ഇപ്പം നമ്മൾ ഈ കണ്ട സീൻ പോലെ അറിയാതെ സംഭവിച്ചതാണ് എന്നോർത്ത് അവരൊന്നും മിണ്ടിയില്ല. പക്ഷേ പിറ്റേ ദിവസം ഇവർ ഈ ഇടപാടാക്കി കൊടുത്ത ആളോട് ഈ തട്ടിയ മനുഷ്യൻ ചെന്ന് പറയാം, ഞാൻ അവളെ തട്ടിയ മുട്ടുകയൊക്കെ ചെയ്തു, അവൾക്ക് ഭയങ്കര ഇഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത്, അവൾക്ക് അതിനൊന്നും വിരോധമില്ല, അപ്പോൾ വളച്ചാൽ ഒടിയും അല്ലെ ഒടിക്കാൻ പറ്റും എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ഈ സ്ത്രീ വിചാരിച്ചെന്താണ്, ഈ സാധനങ്ങളൊക്കെ പെറുക്കുന്നതിൻ്റെ കൂടെ അറിയാതെ സംഭവിച്ചായിരിക്കുന്ന കരുതിയാണ് അവരും മിണ്ടാപോയി. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില പുരുഷന്മാരുണ്ട്, അവരൊരു ടെസ്റ്റിങ് നടത്തും. ഇത് വീഴുകോ, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുവോ എന്നൊക്കെയുള്ള ടെസ്റ്റിംഗ് ആണ് അവർ നടത്തുന്നത്. ശരിക്കും അങ്ങനെയൊക്കെ ഒന്നും അറിയാതെ പെൺകുട്ടികളുടെ ദേഹത്ത് ഇപ്പോൾ ഈ കണ്ട സീനിലെ പോലെ മുട്ടിയ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചിരിക്കണം. ഏത് അവസ്ഥ, എവിടെയാണ്, സ്ഥലം ഏതാണ്, ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, ഇതൊന്നും നോക്കണ്ട. ഇതിപ്പോൾ ഷൂട്ടായിരിക്കാം, എന്താണ് ഇനിയിപ്പോൾ ഷൂട്ടാണെങ്കിൽ അന്നേരം മിണ്ടിയില്ലെങ്കിലും ഷൂട്ട് കഴിയുന്ന നിമിഷം
അറിയാതെ സംഭവിച്ച സോറി എന്ന് പറയുന്നതല്ല, അത് അറിയണം. ഒരു പെൺകുട്ടിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിച്ചേ അങ്ങനെ വരാൻ പറ്റുള്ളൂ. അല്ലാതെ നല്ല ശക്തിയായിട്ട് വന്ന് ഇടിച്ചേച്ച് അങ്ങ് പോവുക, എന്നിട്ടൊരു സോറി പോലും പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഇങ്ങനെ ഒരു സീൻ കാണുന്നതിൽ നമുക്കതേ വിവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെറ്റുകളിലൊക്കെ പെൺകുട്ടികളെ മിസ്യൂസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി വന്നിട്ട് എൻ്റെ പൊന്നോ, നമുക്ക് നിവിൻ പോളിയുടെ കേസ്, നിവിൻ പോളിയുടെയൊക്കെ കേസ് എന്തായിരുന്നു, നമുക്കത് കേട്ടപ്പോഴേ മനസ്സിലായത് ഫേക്ക് ന്യൂസാണ്. പക്ഷേ എന്നാൽ ആ ഫേക്ക് ന്യൂസ് അത് കൊണ്ടുവന്ന് നിവിൻ പോളിയെ സോഷ്യൽ മീഡിയ അവമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നടന്നിട്ടില്ല. ഫേക്ക് ന്യൂസ് കൊണ്ട് ഇങ്ങനെ പീഡന പരാതിയായിട്ട് സ്ത്രീ സംരക്ഷണ നിയമം ഒരു ആയുധമാക്കിയെടുത്ത് പുരുഷനെ അവമാനിക്കുക. അവർക്കും ഭാര്യയും പെങ്ങളും അമ്മയൊക്കെ ഉള്ളതാണ്, അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവരുടെ പേരും എല്ലാം കൊടുത്ത് ഇങ്ങനെ പീഡന പരാതി ഇങ്ങനെ വന്ന. അപ്പോൾ അവരുടെ പിന്നിലൊരു കുടുംബം ഉണ്ടെന്ന് ഓർക്കണം. അത് സമയത്ത് ഇങ്ങനെ ഫേക്ക് ന്യൂസ് വിടുന്ന സ്ത്രീകളെ ശിക്ഷിക്കുകയും കൂടെ ചെയ്യണം. ഇനി ആ ശിക്ഷിക്കാൻ നിയമം വരാൻ താമസം ഉണ്ടെങ്കിൽ ഈ മെയിൻ സ്ട്രീം ചാനൽ എടുത്ത് ആദ്യമായിട്ട് ഈ ന്യൂസ് കൊടുക്കുള്ളൂ. ഈ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പുരുഷന്മാരെ അപകീർത്തിപ്പെടുത്താനേ ന്യൂസിന് പ്രാധാന്യമുള്ളൂ. ആ ന്യൂസിൽ ഇപ്പം നിവിൻ പോളി തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞാലും പിന്നീട് ആ വാർത്തയ്ക്ക് മുന്നോട്ടൊരു ഉണ്ടായി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ശരിക്കും ആ പരാതി കൊടുത്ത സ്ത്രീയെയൊക്കെ വലിച്ചു കീറണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ ലൈഫ് കളയാൻ വേണ്ടി ഈ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് അങ്ങ് ഉപയോഗിക്കല്ലേ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വഴിപ്രശ്നത്തിൽ അടിയുണ്ടാക്കിയപ്പോൾ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ, അവൻ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും വലിച്ചു കീറേണ്ട കാര്യമേ ഉള്ളൂ, എനിക്ക് ഞാൻ നൈറ്റി അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു പോക്കുണ്ടെന്ന്. അപ്പോൾ അവർക്കറിയാം സ്ത്രീ സംരക്ഷണ നിയമം അവരെ സംരക്ഷിച്ചോളും, അവർ എന്ന് പറഞ്ഞാൽ മതി അവൻ എന്നെ പീഡിപ്പിക്കാൻ നോക്കിയെന്ന്. ആ ഒരു ആയുധമാക്കുന്ന സ്ത്രീകളെ കേസ് കള്ളത്തരത്തിൽ കൊടുത്ത കേസാണെന്ന് പറഞ്ഞാൽ ശരിക്കും ആ പെണ്ണിനെ, ആ സ്ത്രീയെ നല്ല പോലെ ശിക്ഷിക്കേണ്ട നിയമം ഇവിടെ വേണം. കാരണം ഇത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർ പീഡനത്തിൽ നിന്നൊക്കെ ഇതാവാൻ വേണ്ടി സംരക്ഷിക്കുന്ന ഒരു നിയമം വന്നപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റിൽ കണ്ട ഈ സീന് അത്ര അംഗീകരിക്കാവുന്ന സീനല്ല. ശ്രീകുമാറിൻ്റെ ഭാഗത്ത് അതിൻ്റെ അകത്തൊരു എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സീൻ കണ്ടിട്ട്. കാരണം ഒരു സോറിയും പറയുന്നില്ല, ഒരറിയാത്ത മട്ടി പോയിട്ടൊരു ഇടിയൻ, ശക്തമായ ഇടി, എന്നിട്ട് മൈൻഡ് ചെയ്യാതെ വിടുക. അതൊരു നല്ല സീനായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.